വർഷം മുൻപ് ട്രിച്ചിയിലെ പറങ്കിമാവിൻ തോട്ടത്തിൽ തൂങ്ങി മരിച്ച മോഷ്ടാവ് പാണ്ടിചന്ദ്രനെ വാറണ്ട് കേസിൽ കായംകുളം കനകക്കുന്നിൽ നിന്ന് പൊക്കിയത് പത്തനംതിട്ട പോലീസ്. CPO രഞ്ജിത്തിന്റെ അന്വേഷണ മികവാണ് 10 വർഷം മുൻപ് മരിച്ചവനെ ഇങ്ങനെ ജീവനോടെ പിടികൂടിയതിന് പിന്നിൽ. തമിഴ്നാട്ടിലെ തൃച്ചിയിൽ പറങ്കിമാവിൽ തോട്ടത്തിൽ തൂങ്ങി മരിച്ച പിടികിട്ടാപ്പുള്ളി പാണ്ടിചന്ദ്രനെ കായംകുളം കനകക്കുന്ന് ബോട്ട് ചെട്ടിയിൽ നിന്നാണ് പത്തനംതിട്ട പോലീസ് ജീവനോടെ പൊക്കിയത്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 5ഓളം മോഷണ കേസുകളിൽ ലോങ് പെൻഡിംഗ് വാറണ്ടും വിവിധ ജില്ലകളിൽ മോഷണ കേസുകളുമുള്ള മലയാലപ്പുഴ വഞ്ചിക്കുഴിയിൽപ്പടി സുധീഷ് ഭവനിൽ പാണ്ടിചന്ദ്രൻ എന്ന് വിളിപ്പേരുള്ള 52 വയസ്സുകാരൻ ചന്ദ്രനെയാണ് പോലീസ് സാഹസികമായി പിടികൂടിയത്. നിസാരക്കാരനായ ഒരു കള്ളനല്ല ചന്ദ്രൻ. ഭീകരവും ഭയാനകവുമായ മോഷണ ശൈലിയാണ് ഇയാളുടേത്. തമിഴ്നാട്ടിൽ തൃച്ചിയിൽ ജനിച്ചു വളർന്ന ചന്ദ്രൻ ഹോട്ടൽ പണിക്കാരനായാണ് കേരളത്തിൽ വന്നത്. പത്തനംതിട്ടയിലെ മലയാലപ്പുഴ താവളമാക്കിയാണ് ചന്ദ്രൻ വിവിധ ഭാഗങ്ങളിൽ മോഷണങ്ങൾ നടത്തിയിരുന്നത്. വളരെ വേഗത്തിൽ വേഷപ്രച്ഛന്നനാകാൻ കഴിവുള്ള ശരീരപ്രകൃതമാണ് ഇയാളുടേതെന്ന് പോലീസ് പറയുന്നു. പകൽ ഹോട്ടലിൽ ജോലി ചെയ്യും, രാത്രികാലങ്ങളിൽ മോഷണകലയിൽ വിശ്വരൂപം പുറത്തെടുക്കും. പത്തനംതിട്ട പോലീസിന് എന്നും തലവേദനയായിരുന്നു പാണ്ടിചന്ദ്രൻ എന്ന പിടികിട്ടാപ്പുള്ളി. 15 വർഷം മുൻപ് മലയാലപ്പുഴയിൽ നിന്നും വീടും വസ്തുവും വിറ്റ് തമിഴ്നാട്ടിലേക്ക് നാടുവിട്ടു. ഇയാളെ പിന്നീട് ആരും കണ്ടതായി അറിയില്ല. ജില്ലാ പോലീസ് മേധാവിയായി VG വിനോദ് കുമാർ ചുമതലയേറ്റ ശേഷം പിടികിട്ടാപ്പുള്ളികളായ പ്രതികളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും ഓരോ സ്റ്റേഷനിലും SHOയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. ഈ സംഘമാണ് പാണ്ടിചന്ദ്രനെ പറ്റി കൂടുതൽ അന്വേഷണം നടത്തിയത്. ഒടുവിൽ ഒരു കേസിൽ ജാമ്യക്കാരനായ മലയാലപ്പുഴ സ്വദേശി മോഹനൻ നായരെ കണ്ടെത്തി. അയാളോട് അന്വേഷിച്ചപ്പോൾ പാണ്ടിചന്ദ്രന് വേണ്ടി ജാമ്യം നിന്നതിൽ മോഹനൻ നായർക്ക് വാറണ്ടായി. കോടതിയിൽ 10,000 രൂപ കെട്ടിവെക്കേണ്ടി വരികയും ചെയ്തു. തുടർന്ന് മോഹനൻ നായർ തമിഴ്നാട്ടിലെ പാണ്ടിചന്ദ്രന്റെ ജന്മസ്ഥലമായ തൃച്ചിയിൽ ഇയാളെ പറ്റി അന്വേഷിച്ചു. 10 വർഷം മുൻപ് ഇയാൾ പറങ്കിമാവിൻ തോട്ടത്തിൽ കെട്ടിത്തൂങ്ങി മരിച്ചുവെന്ന വിവരമാണ് ബന്ധുക്കളിൽ നിന്ന് കിട്ടിയത്. ഈ മറുപടിയിൽ പൂർണ്ണമായും വിശ്വാസം വരാത്ത പത്തനംതിട്ട സ്റ്റേഷനിലെ കോടതി ഡ്യൂട്ടിക്കാരൻ CPO രഞ്ജിത്ത് K നായർ തമിഴ്നാട്ടുകാരായ പലരോടും പാണ്ടിചന്ദ്രനെ അന്വേഷിച്ചു. ശബരിമല കേന്ദ്രീകരിച്ച് ഹോട്ടൽ ജോലി ചെയ്യുന്ന ചന്ദ്രൻ എന്നയാളെ പറ്റി അറിഞ്ഞു. അയാൾക്ക് മോഷണ കേസുകൾ ഉണ്ടെന്നും വിവരം ലഭിച്ചു. അയാളുടെ മക്കൾ കായംകുളം മുതുകുളം ഭാഗത്ത് താമസിക്കുന്നു എന്നുള്ള വിവരവും കിട്ടി. മുതുകുളം കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ മലയാലപ്പുഴ ഭാഗത്തു നിന്നും വന്ന് താമസിക്കുന്ന ചന്ദ്രൻ എന്ന ആളിന്റെ മകനെ തിരിച്ചറിഞ്ഞു. പാണ്ടിചന്ദ്രന്റെ മകനാണ് ഇതെന്ന് സ്ഥിരീകരിച്ചു. അയൽവാസികളോട് ചന്ദ്രൻ എപ്പോൾ വീട്ടിൽ വന്നാലും വിവരം അറിയിക്കണമെന്ന് രഹസ്യ നിർദ്ദേശം നൽകി പോലീസ് മടങ്ങി. ഒടുവിൽ 5 മാസത്തോളം പോലീസ് കാത്തിരുന്ന വിളി 13-ന് പുലർച്ചെ 1:30-ന് എത്തി. പാണ്ടിചന്ദ്രൻ മകന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന വിവരമായിരുന്നു അത്. പോലീസുകാരൻ രഞ്ജിത്ത് ഉടൻ തന്നെ SI ജിനുവിനെ വിവരം അറിയിച്ചു. എന്നാൽ മുതുകുളം ഭാഗത്തെത്തിയ പോലീസിന് മകന്റെ വീട്ടിൽ പാണ്ടിചന്ദ്രനെ കാണാൻ സാധിച്ചില്ല. പ്രദേശം കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലിൽ കനകക്കുന്ന് ബോട്ട് ചെട്ടിക്ക് സമീപം വെച്ച് പുലർച്ചെ 3:30-ക്ക് ഇയാളെ കണ്ടെത്തി. തന്ത്രപരവും സാഹസികവുമായ നീക്കത്തിലൂടെ ചന്ദ്രനെ കീഴ്പ്പെടുത്തി പത്തനംതിട്ട സ്റ്റേഷനിൽ എത്തിക്കുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. SI ഷിജു P സാം, CPO വിജീഷ്, CPOമാരായ രഞ്ജിത്ത്, രാജേഷ്, സൈദലി, രഞ്ജിത്ത് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.